അളിയൻ ഇപ്പോഴും ആ പഴയ പരിപാടിയൊക്കെ ഉണ്ടല്ലേ? അതൊക്കെ പോട്ടു അളിയ, നീ ആ വരുന്ന ചരക്കിനെ കണ്ട കൊള്ളാല്ലേ? നീ നോക്കിക്കും, ഇന്ന് 7 ദിവസത്തിനകം അവളെ ഞാൻ എന്റെ വലയിൽ വീഴ്ത്തിയേക്കും. അതിനു മുമ്പ് അളിയൻ അവളെ വലയിൽ വീഴ്ത്തിയേക്കല്ലേ? 30 വർഷമായി മലയാള സിനിമയിലെത്തിയ ചേട്ടൻ, എനിക്കറിയാം, ഞാൻ കണ്ടു തുടങ്ങിയ കാലം തൊട്ട് തന്നെ കോമഡി, സൈഡ് റോളുകളെല്ലാം ചെയ്തതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഓടിയ ഒരു ചിത്രമാണ് ഗോഡ് ഫാദർ. അതിലെ നായകനും ചേട്ടൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ചേട്ടൻ എന്തായിട്ടാ സൂപ്പർ സ്റ്റാർ ആകാത്തത്? ചേട്ടൻ എത്രയോ 100 പടം അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 90 വിജയിച്ചിട്ടുണ്ട്. 10 എല്ലാവർക്കും വരുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് ചേട്ടാ സൂപ്പർ സ്റ്റാർ ആകാത്തത്? ഇനി കഷ്ടമുണ്ട്. ഒന്ന് പറയും മറുപടി. ആ സലീംകുമാറിന്റെ ചോദ്യം വല്ലാതെ കയറിക്കൊണ്ട്. ശരി, അത് ഞാൻ 2 നീട്ടി ശരി, ഞാൻ പറയാം. ഇതേ ചോദ്യം ഒരു ദിവസം എൻ്റെ ഇളയ മകൻ എന്നോട് ചോദിച്ചു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു. അവന്റെ ക്ലാസ്സിലുള്ള കുട്ടികൾ ചോദിച്ച അതേ ചോദ്യം അവൻ വളരെ വിഷമത്തോടുകൂടി, ദേഷ്യത്തോടുകൂടി എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അച്ഛാ. ഞാൻ ചെന്താണ്, അച്ഛൻ എന്താണ് സൂപ്പർ സ്റ്റാർ?